ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുൽമോഹർ മരത്തെ പറ്റിയാണ്. വേനൽക്കാലത്ത് പൂക്കുകയും വസന്തം കഴിയുന്നതോടെ ഇല പൊഴിക്കുകയും ചെയ്യുന്ന ഒരു മരമാണ് അലസിപ്പൂമരം അഥവാ ഗുൽമോഹർ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡിലോണിക്സ് റെജിയ എന്നാണ്. ഇംഗ്ലീഷിൽ ഫ്ലെയിം ട്രീ അഥവാ റോയൽ പോൺസിയാന, മയൂര പുഷ്പം എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. കേരളത്തിൽ പലപ്പോഴും ഇത് വാഗ എന്നും കാൽവരി പൂവ് എന്നും വിളിക്കപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിലെ വഴിയോരങ്ങളെയും പൂന്തോട്ടങ്ങളിലെയും ചുവപ്പ് കലർന്ന ഓറഞ്ച് പൂക്കളാൽ അലങ്കരിക്കുന്ന മനോഹരമായ ഒരു അലങ്കാര വൃക്ഷമാണ് ഗുൽമോഹർ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ മരങ്ങൾ പൂവണിയുന്നു. ചില വർഷങ്ങളിൽ ഇത് നേരത്തെയും ചിലപ്പോൾ വൈകിയും പൂവിടാറുണ്ട്. പൂക്കൾ പൊഴിഞ്ഞ് വഴിയോരങ്ങൾക്ക് വർണ്ണാഭ നൽകാറുണ്ട്. തണൽ വൃക്ഷമായി വെച്ചുപിടിപ്പിക്കുന്ന ഇതിൻ്റെ തടി വിറകായി ഉപയോഗിക്കുന്നു. തണ്ടിന് അധികം ബലമില്ലാത്തതുകൊണ്ട് മഴക്കാലത്ത് ശാഖകൾ വീണ് വഴിയാത്രക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മരമാണിത്. മദിരാശി മരം എന്നും പേരുണ്ട്. നല്ല സൂര്യപ്രകാശം ആവശ്യമായ ഇതിന് ചെറിയ വരൾച്ചയും ശൈത്യവും താങ്ങാനാകും. അലങ്കാരത്തിനും തണലിനുമായി വളർത്താനുള്ള ആൽസിപൂമരത്തിൻ്റെ സ്വദേശം മഡഗാസ്കറാണ്. അലങ്കാരവൃക്ഷം എന്ന നിലയിൽ അലസിപ്പൂമരം ഭാരതത്തിലെത്തിയിട്ട് ഒരു നൂറ്റാണ്ടിലേറെയായി. പരമാവധി 10 മീറ്ററിലധികം ഉയരത്തിലേക്ക് ഈ വൃക്ഷം വളരാറില്ല. അത്രയുമായാൽ പിന്നെ ഇവയുടെ തലപ്പ് പരന്ന് പന്തലിക്കും. ഇലകൾ വളരെ ചെറുതാണ്, പരമാവധി 1/2 സെൻറ്റിമീറ്റർ മാത്രം. വേനൽക്കാലത്താണ് അലസിപ്പൂമരം പൂക്കുക. ശാഖാഗ്രത്തിൽ കുലകളായാണ് പൂക്കൾ വിടരുക. പൂവിന് ചുവപ്പ് നിറവും മിക്കവാറും സ്പൂണിൻ്റെ ആകൃതിയുമായിരിക്കും. പരന്ന പച്ച തലപ്പും അത് നിറയെ ചുവന്ന പൂക്കളുമായി നിൽക്കുന്ന അലസിപ്പൂമരം കാണാൻ ഭംഗിയാണ്. പക്ഷേ നല്ല കാറ്റിൽ ഇവ പിഴുതു വീഴാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പോകുന്നവയല്ല, ചുവട്ടിൽ തന്നെ വ്യാപിച്ച് നിൽക്കും. അതുകൊണ്ട് ഗുൽമോഹറിൻ്റെ ചുവട്ടിൽ മറ്റ് ചെടികൾ വളരാനുള്ള സാധ്യത കുറവാണ്. തോടോട് കൂടിയ കായ നീണ്ട് പരന്നതാണ്. 50 സെൻറ്റിമീറ്ററോളം നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടാകും. കായ ഏറെ നാളുകൾക്ക് ശേഷമേ മരത്തിൽ നിന്നും അടർന്നു വീഴുകയുള്ളൂ. ഒക്ടോബറിൽ കായ വിളയും. ഇത് വളരെ കാലം മരത്തിൽ തന്നെ കിടക്കും. വിത്തുകൾ പാകിയും അലസിപ്പൂമരം കിളിർപ്പിക്കാം. ഇതുകൂടാതെ വേരിൽ നിന്നും തൈകളുണ്ടാകാം. തണ്ട് മുറിച്ച് നട്ടാലും ഇവ കിളിർക്കും. കേരളത്തിൽ കാട്ടിലും നാട്ടിലും ഈ മരം ധാരാളമുണ്ട്. തടിയുടെ ഈടും ബലവും കുറവാണ്. മുഖ്യമായും വിറകിനാണ് അലസിപ്പൂമരത്തിൻ്റെ തടി ഉപയോഗിക്കുന്നത്. സീസാൽ പിനിയേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട അലസിപ്പൂമരത്തിൻ്റെ ശാസ്ത്രനാമം ഡിലോണിക്സ് റിജിയ എന്നാണ്. ഗുൽമോഹർ, ഗോൾഡ് മോഹർ എന്നെല്ലാം ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.